UN പൊതുസഭയുടെ വാർഷിക സമ്മേളനം അടുത്ത ആഴ്ച ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നടക്കുകയാണ്. ലോകത്തിലെ 194 UN അംഗരാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു മഹാസമ്മേളനമാണ്. ഈ സമ്മേളനത്തിലേക്ക് പങ്കെടുക്കേണ്ടിയിരുന്ന ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള 80 അംഗ സംഘത്തിനും അമേരിക്ക വിസ നിഷേധിച്ച വാർത്ത പുറത്തു വന്നിട്ട് 3 ദിവസമായി. പക്ഷെ ലോകത്തെ പ്രമുഖ രാജ്യങ്ങളോ മറ്റോ ഇതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടില്ല. ആകെക്കൂടി ഫ്രാൻസും ചില യൂറോപ്യൻ രാജ്യങ്ങളുമാണ് ഇതിനെതിരെ രംഗത്ത് വന്നത്. വിസ നിഷേധിച്ച നടപടി ഉടൻ പുനഃപരിശോധിക്കണമെന്നാണ് ഫ്രാൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫ്രാൻസും കാനഡയും ഓസ്ട്രേലിയയും ഒക്കെ വരുന്ന ജനറൽ അസംബ്ലിയിൽ ഫലസ്തീനിനെ അംഗീകരിക്കാൻ തീരുമാനമെടുത്ത പശ്ചാത്തലത്തിലാണ് ഈ നടപടി എന്നതാണ്, അമേരിക്കൻ നടപടി എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് ഉപോത്ബലകമായ ചില തെളിവുകൾ ലഭിക്കുകയുണ്ടായി. ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗീഡിയോൺ സായർ 4 ദിവസം മുമ്പ് അമേരിക്ക സന്ദർശിച്ച് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ ഫലസ്തീനികൾക്ക് വിസ നിഷേധിക്കണമെന്ന് ഇസ്രായേലി വിദേശകാര്യമന്ത്രി ആവശ്യപ്പെടുകയും അത് അമേരിക്ക അംഗീകരിക്കുകയും ചെയ്തതാണ് പിന്നീട് പ്രസ്താവനയായിട്ട് പുറത്തു വന്നത്. ഇത് വലിയ കോളിളക്കം ഉണ്ടാക്കേണ്ട കാര്യമാണ്. കാരണം അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും തമ്മിലുള്ള കരാറനുസരിച്ച് UN ആസ്ഥാനം ന്യൂയോർക്കിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ അവിടെ നടക്കുന്ന UN-ന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിക്കപ്പെട്ട എല്ലാവർക്കും വിസ നൽകണമെന്ന ഒരു നിയമം നിലവിലുണ്ട്. അത് പാലിക്കാൻ അമേരിക്ക ബാധ്യസ്ഥരുമാണ്. അവരെ വിളിച്ചിരിക്കുന്നത് അമേരിക്കയല്ല, മറിച്ച് UN ആണ്. ഉദാഹരണമായി അമേരിക്കയുടെ വലിയ ശത്രു രാജ്യങ്ങളാണ് ഇറാനും ഉത്തര കൊറിയയും ഒക്കെ. എന്നാൽ ഈ രാജ്യങ്ങളുടെ പ്രതിനിധികൾക്കോ അല്ലെങ്കിൽ അതിലെ പ്രസിഡന്റുമാർക്കോ UN ജനറൽ അസംബ്ലിയിലോ അതുപോലെയുള്ള പ്രത്യേക സമ്മേളനത്തിലോ പങ്കെടുക്കുന്നതിന് ന്യൂയോർക്കിൽ വരാൻ വിസ കൊടുക്കുക എന്നത് അമേരിക്കയുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് 2 തവണ 5 വർഷക്കാലം 4 വർഷക്കാലം ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് അഹമ്മദി നജാദിന്, അദ്ദേഹം അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവും അമേരിക്കയ്ക്ക് ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തുന്ന പ്രസ്താവന നടത്തുന്ന ആളും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശത്രുവുമായ നജാദിന് എല്ലാ വർഷവും UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കാനുള്ള വിസ അമേരിക്ക നൽകിയിരുന്നു. അത് ഈ കരാറുമായി ബന്ധപ്പെട്ട വിഷയമുള്ളത് കൊണ്ടാണ്. ഇതുപോലെ തന്നെ റഷ്യയിലും അതുപോലെ നോർത്ത് കൊറിയയിലും ആളുകൾക്കും അത് നൽകിയിരുന്നു. കഴിഞ്ഞ ടേമിൽ ഞാൻ ഓർക്കുന്നു, ഇറാന്റെ വിദേശകാര്യമന്ത്രി അദ്ദേഹത്തിന് വിസ അനുവദിച്ചെങ്കിലും ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു. അതായത് മൻഹാട്ടൻ ഏരിയയിൽ മാത്രമേ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നുള്ളൂ. അതിന്റെ പുറത്തേക്ക് പോകാൻ മുഹമ്മദ് സരീഫിന്, ഇറാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് സരീഫിന് അവർ അനുവാദം നൽകിയിരുന്നില്ല. ആ ഒരു സംഭവം കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ഇതുപോലെ തന്നെ 1988 റീഗൻ ഭരണകൂടവും ഈ ഫലസ്തീന്റെ അന്നത്തെ PLOയുടെ നേതാവ് യാസർ അറഫാത്തിന് വിസ നിഷേധിക്കുകയുണ്ടായി. അന്ന് ഫലസ്തീൻ അതോറിറ്റി നിലവിൽ വന്നിരുന്നില്ല. PLOയാണ് ഫലസ്തീന്റെ ഔദ്യോഗിക വക്താക്കളായി സംഘടനയായി UN അംഗീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ, യാസർ അറഫാത്തിനെ ന്യൂയോർക്കിലേക്ക് ഐക്യരാഷ്ട്രസഭ ക്ഷണിച്ചു. പക്ഷേ റീഗൻ ഭരണകൂടം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന് വിസ നിഷേധിച്ചു. അതിന് കാരണം പറഞ്ഞത് അവിടെ അമേരിക്കൻ ഭരണകൂടം പാസാക്കിയ ഭീകരവിരുദ്ധ നിയമപ്രകാരം PLOയുടെ ആസ്ഥാനം അല്ലെങ്കിൽ PLOക്ക് അവിടെ അനുമതി നിഷേധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ PLO നേതാവായ യാസർ അറഫാത്തിനും അവിടേക്ക് പ്രവേശനം നിഷേധിച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ യാസർ അറഫാത്ത് UN-ന്റെ പ്രതിനിധിയായിട്ടാണ് അല്ലെങ്കിൽ UN-ന്റെ ക്ഷണിതാവായിട്ടാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് അത് പാടില്ല എന്ന് UN ആവശ്യപ്പെട്ടെങ്കിലും അമേരിക്ക സമ്മതിച്ചില്ല. ഏറെ കോലാഹലം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ആ അന്നത്തെ UN സമ്മേളനം, പൊതുസമ്മേളനം ന്യൂയോർക്കിൽ നിന്ന് ജനീവയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്.
അപ്പോൾ അത് അത്രത്തോളം. അതിനുശേഷം അപ്പോഴത്തേക്ക് അമേരിക്കയിലെ തന്നെ ഒരു ജഡ്ജി വിധിച്ചത് ഈ ഡൊമസ്റ്റിക് ആയ അല്ലെങ്കിൽ രാജ്യത്ത് ആഭ്യന്തരമായി പാസ്സാക്കുന്ന നിയമം ഒരു വിദേശ പ്രതിനിധിക്ക് ബാധകമല്ല എന്ന് ഉത്തരവ് ഉറപ്പെടുകയും ചെയ്തു. പക്ഷേ അതിനു മുമ്പ് തന്നെ UN അത് ജനീവയിലേക്ക് മാറ്റിയിട്ടുണ്ടായി. അപ്പോൾ ഈ പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുമ്പോൾ മഹ്മൂദ് അബ്ബാസിനും സംഘത്തിനും വിസ നിഷേധിച്ച നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ മഹ്മൂദ് അബ്ബാസ് എന്നത് ഒരു പാവയാണ്. ഫലസ്തീൻ അതോറിറ്റി തന്നെ ഒരു പാവയാണ്. ഇസ്രായേലിനും അമേരിക്കക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു, അതായത് ഫലസ്തീൻ പോരാളികളെ തള്ളിപ്പറയാൻ പോലും മടിക്കാത്ത ഒരു സംഘമാണ് അബ്ബാസും കൂട്ടരും. പക്ഷേ അവര് ഐക്യരാഷ്ട്രസഭയും ലോകവും അംഗീകരിച്ച ഫലസ്തീന്റെ ഔദ്യോഗിക പ്രതിനിധികളായതുകൊണ്ട് തന്നെ അവർക്ക് വിസ നിഷേധിക്കുന്നത് ഒരിക്കലും നീതീകരിക്കാനാവില്ല. ഇനി അമേരിക്ക ചിന്തിക്കുന്നു, അഥവാ ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞത് അബ്ബാസും കൂട്ടരും അവിടെ വന്നു കഴിഞ്ഞ് സ്വതന്ത്ര ഫലസ്തീൻ പ്രഖ്യാപനം നടത്തിയാൽ മറ്റു രാജ്യങ്ങൾക്കും കൂടി അത് കൂടുതൽ അവർക്ക് ആകർഷിക്കപ്പെടും, അതുകൊണ്ട് റദ്ദാക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാശ്ചാത്യൻ രാജ്യങ്ങൾ, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞതാണ് സ്വതന്ത്ര ഫലസ്തീന്റെ പ്രഖ്യാപനം UN ജനറൽ അസംബ്ലിയിൽ വെച്ച് നടത്തുന്നു. അതുകൊണ്ട് തന്നെ അബ്ബാസ് ഇല്ലെങ്കിലും സംഗതി അവിടെ നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഏതാണ്ട് 150 രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അമേരിക്ക നടത്തുന്ന ഏത് തലതിരിഞ്ഞ നടപടികളും അത് അവർക്ക് തന്നെ ദോഷം ചെയ്യും, അവർക്കും ഇസ്രായേലിനും ദോഷം ചെയ്യും എന്നാണ് ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് അമേരിക്കയുടെ മറ്റൊരു ഇരട്ടത്താപ്പാണ്. അതായത് 2012 സുഡാന്റെ പ്രസിഡന്റ് ബഷീറിന് അമേരിക്ക UN ജനറൽ അസംബ്ലിയിലേക്ക് അല്ലെങ്കിൽ UN വരാനുള്ള വിസ നിഷേധിക്കുകയുണ്ടായി. അതിന് പറഞ്ഞ കാരണം അദ്ദേഹത്തെ ICC അഥവാ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അദ്ദേഹത്തെ അറസ്റ്റ് വാറണ്ട് അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരമൊരു അറസ്റ്റ് വാറണ്ട് നിലവിലുള്ള ഒരാളെ അമേരിക്കയിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല എന്നായിരുന്നു. ആ ന്യായം വെച്ച് പറയുകയാണെങ്കിൽ അവർ എങ്ങനെയാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഈ UN സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വിസ അനുവദിക്കുക? കാരണം ബഷീറിനെതിരെ ICC പുറപ്പെടുവിച്ച അതേ വാറണ്ട് തന്നെയാണ് കൂട്ടക്കൊലക്ക് പങ്കു വഹിച്ചു എന്ന അതേ വാറണ്ട് തന്നെയാണ് ഈ നെതന്യാഹുവിനെതിരെയും അദ്ദേഹത്തിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെതിരെയും ICC പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോ ബഷീർ ഇപ്പോൾ ജയിലിലാണ്, കാരാഗൃഹത്തിൽ നാടുകൾ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ജയിലുള്ളിൽ അടക്കപ്പെടേണ്ട ഒരു ക്രിമിനലാണ് ബെഞ്ചമിൻ നെതന്യാഹു. കാരണം ICC ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ ക്രിമിനലിന് വേദിയൊരുക്കാൻ അമേരിക്ക തയ്യാറോ എന്നത് വ്യക്തമായി ഇരട്ടത്താപ്പാണ് എന്ന് പറയാൻ നിർവാഹമില്ല. ഇതിലൊരു അത്ഭുതവുമില്ല. കാരണം നമുക്കറിയാവുന്നതാണ് അമേരിക്കയുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് അമേരിക്കക്കെതിരെ പ്രവർത്തിക്കുന്നത് മാത്രമല്ല, ഇസ്രായേലിനെതിരെ ആരെങ്കിലും പ്രസ്താവന നടത്തിയാൽ പോലും അവർക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു രീതിയിലേക്ക് അമേരിക്ക മാറിയിരിക്കുകയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് 3 ഫലസ്തീനി മനുഷ്യാവകാശ സംഘടനകളെക്കെതിരെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അവരെ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിരുന്നു. ഒന്ന് ഫലസ്തീനി സെന്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ്, മറ്റൊന്ന് മീസാൻ. ഇവ രണ്ടും ഗസ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയാണ്. മറ്റൊന്ന് അൽ ഹക്ക് എന്ന് പറഞ്ഞ് റാമല്ല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘടന. ഈ 3 സംഘടനകൾക്കും അമേരിക്ക വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് കാരണം? ഇസ്രായേലിനെ യുദ്ധക്കുറ്റങ്ങൾക്ക് വിചാരണ ചെയ്യണമെന്ന് അവർ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയോട് ആവശ്യപ്പെടുകയും അതിനുള്ള അപേക്ഷ നൽകുകയും ചെയ്തു എന്നതാണ് അവയുടെ മേലുള്ള കുറ്റം എന്ന് പറയുന്നത്. ഇത് തന്നെയാണല്ലോ നമുക്കറിയാം UN ഫലസ്തീൻ കാര്യങ്ങൾക്കുള്ള ഹ്യൂമൻ കമ്മിറ്റിയുടെ ചെയർവുമൺ ആണല്ലോ. ചെയർവുമണെതിരെയും ഇതേപോലെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയല്ലോ. ഫ്രാൻസിസ്ക അൽബനീസ്. അവരെന്താണ് പറഞ്ഞത്? അവരും ഈ യുദ്ധക്കുറ്റങ്ങൾ, ഇസ്രായേൽ യുദ്ധക്കുറ്റങ്ങൾ ചെയ്തു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതിന്റെ പേരിൽ അവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. UN ചരിത്രത്തിൽ ആദ്യമായാണ് UN ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു രാജ്യം ഉപരോധം ഏർപ്പെടുത്തുന്നത്. ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ ലോകത്ത് നീതിയും നിയമവാഴ്ചയും പൂർണ്ണമായും ഇല്ലാതാവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കേണ്ടി വരും. ഇന്ന് കണ്ട മറ്റൊരു വാർത്ത, ബ്രിട്ടനിലെ ഭരണകക്ഷിയായ ലേബർ പാർട്ടിയിലെ MP ഒന്നടങ്കം
അവിടുത്തെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറോട് ആവശ്യപ്പെട്ടിരിക്കുന്നു, ഈ അടുത്ത ദിവസങ്ങളിൽ ബ്രിട്ടൻ സന്ദർശിക്കാനിരിക്കുന്ന ഇസ്രായേലി പ്രസിഡന്റ് ഹെർസോഗിനെ കാണരുതെന്ന്. ഹെർസോഗുമായിട്ട് ഒരു സംഭാഷണം നടത്തരുതെന്നാണ് ഭരണകക്ഷിയായ ലേബർ പാർട്ടിയിലെ എംപിമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇസ്രായേലിൽ അന്താരാഷ്ട്ര തലത്തിൽ വംശഹത്യ നടത്തുന്ന ഒരു രാജ്യമായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അതിന്റെ തലപ്പത്തുള്ള ആളുമായിട്ട് താങ്കൾ മീറ്റ് ചെയ്യരുത് എന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഇവർ മറ്റൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2 മാസം മുമ്പ് ജൂണിൽ ബംഗ്ലാദേശിലെ ചീഫ് അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് യൂനുസ് ലണ്ടൻ സന്ദർശിച്ചപ്പോൾ സ്റ്റാമർ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയിരുന്നില്ല. എന്താണ്? അദ്ദേഹം ICCയുടെ കുറ്റവാളിയൊന്നുമല്ല, അല്ലെങ്കിൽ ICCയുടെ വാറണ്ട് ലഭിച്ച ആളൊന്നുമല്ല. അദ്ദേഹം വന്നത് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വാജിദ് നടത്തിയ വ്യാപകമായ അഴിമതികൾ, ആ അഴിമതികളുടെ കൂടുതൽ രേഖകൾ തരാനും അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുവാനും ആവശ്യപ്പെട്ടാണ് അദ്ദേഹം സ്റ്റാമറിനെ കാണാൻ പോയത്. പക്ഷെ 5 ദിവസം കാത്തു നിന്നിട്ടും സ്റ്റാമർ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയില്ല. അതായത് അഴിമതിക്കാരിയോടൊപ്പമാണോ അതല്ല അഴിമതിക്കാരല്ലാത്ത ആളോടൊപ്പമാണോ ബ്രിട്ടൻ എന്ന ഒരു ചോദ്യമാണ് അവിടെ ഉത്ഭവിച്ചത്. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു നിലപാട് ഇനി സ്വീകരിക്കരുത് എന്നാണ് ഈ ലേബർ പാർട്ടി എംപിമാർ ആവശ്യപ്പെടുന്നത്. പക്ഷേ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണുവാനേ നിർവാഹമുള്ളൂ.